ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല ശശി എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നിന്ന് പോലും ഈ പറയുന്ന മനക്കട്ടിയോടെ കോൺഫിഡൻസ് ആണെല്ലാം, പോരാട്ടമാണ് ലൈഫ്. ആ പോരാട്ടത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയാണ് അജേഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അവന്റെ ഒരു ഫൈറ്റും അവന്റെ ഒരു സർവൈവലും അവന്റെ ഒരു വിജയവും ചിലപ്പോൾ സിനിമ കാണുന്ന പ്രേക്ഷകന്റെയും കൂടെ ഒരു വിജയമായിട്ട് തോന്നുമായിരിക്കും. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആർക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കാം. ഇതിൽ പൊന്നാണ് അതിലെ വിഷയം. പൊന്നു മാറ്റി അവിടെ വേറെന്ന് വെച്ചാലും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും ജീവിതത്തിൽ ഫേസ് ചെയ്യപ്പെടാറുള്ള സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അജേഷാണ്. അപ്പൊ ആ രീതിയിൽ അജേഷ് ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും. ആ ക്യാരക്ടറിനെ കുറിച്ചാണ് കുറെ പേര് സംസാരിക്കുന്നത്. വിളിക്കുന്നവരൊക്കെ അതിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് വരുന്ന. അജേഷ് ഭയങ്കരമായിട്ട് അവരെ ഇൻസ്പയർ ചെയ്തു, കണ്ണു നിറയിച്ചു. അവസാനം അജേഷിന് വേണ്ടി കൈയടിക്കാൻ തോന്നി എന്നുള്ള അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയം. അപ്പൊ സ്ത്രീധനം എന്ന് പറയുന്ന വിഷയം എപ്പോഴും നമ്മൾ സ്ത്രീകളുടെ കണ്ണുകളിൽ കൂടെയാണ് നമ്മൾ ആലോചിക്കാറ്. അതിനുവേണ്ടി സഹനം അനുഭവിക്കുന്ന ഒരു സ്ത്രീ, അവളുടെ കഷ്ടപ്പാടുകളും അവളുടെ കണ്ണുനീരും എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ ആയിരിക്കും. ആ ഒരു വ്യക്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പൊതുവെ സ്ത്രീധനം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ ആദ്യം ആലോചിക്കുക. പക്ഷെ അങ്ങനല്ലാതെ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി എങ്ങനെ ആണുങ്ങളിലും കൂടെ ഇമ്പാക്ട് ഉണ്ടാവുന്നു എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിടുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ആ പെൺകുട്ടിയുടെ ആങ്ങളെയും അച്ഛനും അമ്മയും മറ്റ് റിലേറ്റീവ്സും ആ പെൺകുട്ടി ഉൾപ്പെടെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കഷ്ടപ്പാട്, അതൊരു വലിയ ബേർഡനാണ്. ഇവരെല്ലാവരും ആ ഒരു വ്യവസ്ഥയുടെ വിക്ടിംസ് ആണ്. എല്ലാവരും എന്താ പറയാ, പേടിയോടെ നോക്കി കാണുന്ന ഒരു സാഹചര്യമാണ് ഒരു കല്യാണം എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടിയുടെ കല്യാണം എന്ന് പറയുന്നത് അതൊരു ബാധ്യതയായി മാറും എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സ്ത്രീധനം എന്ന് പറയുന്ന സമ്പ്രദായത്തിലൂടെ. അപ്പോ ആണുങ്ങൾക്കും അങ്ങനെ ഒരു സിസ്റ്റം വിക്ടിമായ കുറെ ആണുങ്ങളുടെയും ഒക്കെ കാഴ്ചപ്പാടിലൂടെ സ്ത്രീ അവിടെ സെക്കൻഡറി മാത്രമാണ് ഈ ഒരു സിനിമയിലെ നെറേറ്റീവിലും. ആണുങ്ങളാണ് ഇതിനകത്ത് പ്രശ്നം ബാധിക്കപ്പെട്ടിരിക്കുന്നത്. ഈവൻ എന്റെ ക്യാരക്ടർ മാത്രമല്ല, സജിന് അഭിനയിച്ചിരിക്കുന്ന മരിയാനോ എന്ന ക്യാരക്ടർ പോലും ആ ഒരു സിസ്റ്റത്തിന്റെ വിക്ടിമായിട്ടാണ് ഇതിൽ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതിലൊരു കൃത്യമായിട്ടൊരു നായകൻ വില്ലൻ എന്നുള്ള സങ്കല്പങ്ങൾക്കപ്പുറം ഈ സിനിമ കുറെ വിക്ടിംസിന്റെ കഥയാണ്. ഇവൻച്വലി നമ്മൾ തീരുമാനിക്കുന്നത് ഇയാളാണ് നായകൻ, ഇയാളാണ് വില്ലൻ, ഇവരൊക്കെയാണ് ഈ സിനിമയിലെ എന്തൊക്കെയാണ് കഥാപാത്രങ്ങൾ നമ്മൾ തന്നെ സിനിമ കണ്ടിട്ട് തീരുമാനിക്കുന്ന ഒരു ക്വസ്റ്റ്യനിലേക്കാണ് അതിന്റെ എഴുത്തും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോ ജ്യോതിഷേട്ടന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. നമുക്കറിയാം, കുമ്പളങ്ങി നൈറ്റ്സും പ്രമേയവും ഒക്കെ ചെയ്ത സംവിധായകൻ എന്നുള്ള നിലയിൽ, ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരുപാട് പേരെടുത്തിട്ടുള്ള അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള കലാസംവിധായകനാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാന സംരംഭം എന്ന നിലയിൽ GR ഇന്ദുഗോപൻ സാറിന്റെ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നോവൽ, ആ നോവൽ വായിച്ചിട്ടുള്ളവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഈ സിനിമ കാണാൻ. സിനിമയിൽ അവർ കണ്ട കഥാപാത്രങ്ങളും കഥാമുഹൂർത്തങ്ങളൊക്കെ എങ്ങനെ സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ള ആവേശം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഫീഡ്ബാക്സ് പറയുന്നത് അവരാരും നിരാശപ്പെട്ടില്ല. ബുക്ക് കണ്ട അതേ എക്സൈറ്റ്മെന്റോ അല്ലെങ്കിൽ അതിന് മേലെയും തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്, ആരും അതിൽ നിന്ന് താഴോട്ട് പോയിട്ടില്ല എന്നുള്ളതിൽ തന്നെയാണ് എല്ലാവരുടെയും ഫീഡ്ബാക്സ്. അപ്പൊ അതും ഒരു സിനിമ എന്നുള്ള ഇതിന്റെ വിജയമാണ്. അതിന്റെ ക്രെഡിറ്റ് ഇതിന്റെ തിരക്കഥ എഴുതിയ ധൂവൻ ചേട്ടനും ജസ്റ്റിൻ മാത്യു, മിന്നൽ മുരളിയുടെ കോറൈറ്ററാണ്, ജസ്റ്റിനും അവകാശപ്പെട്ടതാണ്. അപ്പൊ അവരുടെ ഒരു വലിയ സക്സസ് ആണ്. പ്രത്യേകിച്ച് ഇതിലെ ഓരോ ഡയലോഗ്സും ആൾക്കാർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ പറയുന്ന ആജേഷാണ് ആജേഷ് എന്ന് പറയുന്ന ഡയലോഗും, ജീവിതം ഒരു പോരാട്ടമാണ്, കിട്ടുന്ന സാഹചര്യത്തിലെല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം, അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം നമ്മൾ ഫൈറ്റ് ചെയ്യണം. ആ പോരാട്ടത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയാണ് അജേഷ് എന്ന് പറയുന്ന ഡയലോഗും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന സുഹൃത്തിന്റെ അടുത്ത് നിന്നെ പോലുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്താൽ വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്യുന്ന എന്നെ പോലെയുള്ളവരെയല്ല അത് ബാധിക്കുന്നത് എന്ന് ചോദിക്കുന്ന അജേഷ് ഒക്കെ ഒരുപാട് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ്. ജീവിതം പെട്ടെന്നൊരു ഡെഡ് എൻഡിലെത്തുമ്പോൾ ജീവിതം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന തോന്നലൊക്കെ ഉണ്ടാവുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്കൊക്കെ ഒരു പക്ഷെ ആ സീനൊക്കെ ചിലപ്പോൾ ഒരുപാട് റിലേറ്റബിൾ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കാം അജേഷിന്റെ ഒരു കോൺഫിഡൻസും ആറ്റിറ്റ്യൂഡും. അപ്പോൾ